Hello, good afternoon. Good afternoon. Sri Ganesh. Good afternoon. ഇവിടെ കിടക്കുന്ന പേരാണ് വിളിച്ചത്. ആരാണ് പേരില് വേറെ ആരെങ്കിലും ആണോ വിളിക്കുന്നത്? ശ്രീ ഗണേഷ്. അതെ, ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. സൗണ്ട് ഇല്ലല്ലോടാ, നോക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സൗണ്ട് നോക്കിയിട്ട് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഇഷ്യൂ ആയിരുന്നു. ആ യെസ് യെസ്, ക്ലിയർ ആയി. ഓക്കെ, രണ്ട് ഗീതും ഉണ്ട്, ഒരു ശ്രീ ഗണേഷും ഉണ്ട്, ആൻഡ് ഞാനും ഉണ്ട്. കുട്ടികൾക്കൊക്കെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുന്ന ചെറിയ സ്ഥലങ്ങൾ അങ്ങനെ മാത്രമേ ഉണ്ടായി കഴിഞ്ഞാൽ പറ്റൂലല്ലോ. ആദ്യമൊക്കെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞ് ഇപ്പൊ ഒരു കയ്യിൽ എണ്ണാവുന്ന ആളുകൾ വരെ ഉള്ളൂ. ഇപ്പൊ 3 പേരായി. സോ എനിവേസ്, നമുക്ക് ക്ലാസ് തുടങ്ങാം. കുറച്ച് ദിവസമായി തോന്നല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? അതെ. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ അപർണ മിസ് ഇടയ്ക്ക് ഒരു ഹാഫ് ഡേ ലീവ് എടുക്കും. ടീച്ചർക്ക് ഇച്ചിരി അത്യാവശ്യങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ടീച്ചറുടെ മോർണിംഗിലുള്ള ക്ലാസ് ഞാൻ എടുക്കും, ഉച്ചയ്ക്കുള്ള ക്ലാസ് ടീച്ചർ എടുക്കും. അങ്ങനെ ടീച്ചറായിട്ട് 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വെച്ച് എന്റെ ക്ലാസ്സോടെ മിസ്സായി പോയി. മോർണിംഗിലെ ആ ക്ലാസ് മുന്നിൽ പോകും, എനിക്ക് ഉച്ചയ്ക്കുള്ള നിങ്ങളുടെ ക്ലാസ് എന്റെ കുറച്ച് ബാക്കിലായിരിക്കും. അപ്പൊ എനിക്കൊരു ഭയങ്കര ഗ്യാപ്പായിട്ടാ തോന്നണേ. ഒരുപാട് ദിവസങ്ങളായി, ഒരുപാട് നാളായ പോലെ നിങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കയറിയിട്ടെന്ന് തോന്നി. എന്തായാലും അങ്ങനെ തന്നെയാണ്. 2 ആഴ്ചയാണ് കഴിഞ്ഞത്. 2 ആഴ്ചയിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2 ആഴ്ച കഴിഞ്ഞുവെങ്കിലും എവിടെയെങ്കിലും നിർത്തിയത് ഓർമ്മയുണ്ടോ? പറയാമോ ഒന്ന്? എവിടെ വരെയാ നമ്മൾ പഠിച്ചു നിർത്തിയേ, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങണം എന്ന് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. സ്ക്രീൻ ഒന്ന് മാറ്റുമോ മിസ്സേ? റെഡ് ഹോട്ട് ഒക്കെ കഴിഞ്ഞു. റെഡ് ഹോട്ട് സ്റ്റൗ റൂള്, അതിന്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞോ? അല്ലെങ്കിൽ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്താണെന്ന് മാത്രമാണോ പറഞ്ഞു നിർത്തിയത്? ശരിയാണ്, പ്രിൻസിപ്പിൾസ് തുടങ്ങി പറയണായിരിക്കും അല്ലെ? എല്ലാവരും ഒന്ന് കൺഫേം ചെയ്യാം. ഇരിക്കുന്നവര്, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ തുടങ്ങിയാണ് എനിക്ക് എടുക്കേണ്ടതെന്നാണ്. ഇനി നിങ്ങൾ കൂടി ഒന്ന് ഓക്കെ പറഞ്ഞാലേ എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. അതല്ല നമ്മളിങ്ങനെ എടുത്ത് പകുതി കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ച് കഴിഞ്ഞു അയ്യോ മിസ്സേ അവിടെ നിന്ന് തുടങ്ങി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ വീട്ടിൽ നമ്മളവിടെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ അത് തീർന്നിട്ടുണ്ടെങ്കിൽ അയ്യോ അതൊക്കെ എടുത്ത് തീർന്നതാ, നമുക്ക് ഇവിടെ നിന്ന് എടുക്കണ്ട, അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ, കൺഫേം ചെയ്യുമെന്ന്. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഞാനിപ്പോ തുടങ്ങാൻ പോകുന്നത്. എന്റെ ഒരു കണക്കനുസരിച്ച് അതാണ്. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, ഓക്കെ കുഴപ്പമില്ല, എവിടെ നിന്നാണെങ്കിലും ഞാനൊരു പെർട്ടിക്കുലർ പൊസിഷനിൽ തുടങ്ങാം. പ്രിൻസിപ്പിൾസ് തുടങ്ങിയല്ലേ എടുക്കണ്ടേ? അല്ല, അതും കഴിഞ്ഞു. പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി ഒക്കെ എടുത്തതാണ് മിസ്സേ. നാലാമത്തെ പോയിന്റ് വരെ കഴിഞ്ഞു. അടുത്ത ടോപ്പിക് തുടങ്ങിയോ? ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻ ഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതൊക്കെ എടുത്താ മിസ്സേ? അതൊക്കെ കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ് മുതലാ. നോട്ടീസ് ഓഫ് തുടങ്ങിയിട്ട് കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ അവിടെ തുടങ്ങിയാണോ? അല്ല, അതും കഴിഞ്ഞു. നോട്ടീസ് ഓഫ് എൻക്വയറി മുതൽ തുടങ്ങണമെന്നാണ് മിസ് ഒന്ന് പറഞ്ഞു നിർത്തിയത്. യെസ്, ശരി, ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ക്ലാസ് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ നോക്കിയ സ്ഥലം മറന്നുവിടും. ഓക്കെ, എനിവേ, അപ്പൊ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മള് ഇൻഡിസിപ്ലിൻ, എംപ്ലോയി ഇൻഡിസിപ്ലിൻഡ് ആയാൽ ഹൗ ടു ഹാൻഡിൽ ദം, അങ്ങനെയുള്ള എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ. എന്താണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അച്ചടക്കം അല്ലെങ്കിൽ അവിടുത്തെ നിയമലംഘനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെങ്ങനെ അച്ചടക്കത്തോടെ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കുറച്ച് സ്റ്റെപ്സ്
ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ കുറച്ച് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതെങ്കിലും if the organization or the management or somebody finds that any employee or employees made some mistake or misconduct or misbehavior or violate any rule or regulation of the organization, the management have the authority to make a preliminary investigation. അതായത് ഓർഗനൈസേഷനിലെ ഏതെങ്കിലും എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസോ ഏതെങ്കിലും തരത്തില് മിസ്കോണ്ടക്ട് ചെയ്തു അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയാൽ, ചിലപ്പോൾ മറ്റ് കോവർക്കേഴ്സിൽ നിന്നായിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടതായിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ആ എംപ്ലോയി വെദർ ദേ ഹാവ് കമ്മിറ്റഡ് സച്ച് മിസ്റ്റേക്ക്, അത്തരം മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്ബിഹേവിയർ ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനും അതിന്റെ സിവിയറിറ്റി അല്ലെങ്കിൽ അതിന്റെ കാരണം എത്രത്തോളം ഗൗരവമേറിയ ഒരു മിസ്കണ്ടക്ട് ആണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസർക്ക് ആ കണ്ടെത്തലുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിൽ നിന്ന് ആ എന്താ പറയാ സിവിയറിറ്റി, അതിന്റെ സീരിയസ്നെസ് നോക്കി, മിസ്കണ്ടക്ടിന്റെ സീരിയസ്നെസ് നോക്കിയിട്ട് ഒരു വെർബൽ വാർണിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ മൈനറൊക്കെ ആണെങ്കിൽ, ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണ്, മിസ്റ്റേക്സ് ആണെങ്കിൽ ഒരു വെർബൽ വാർണിംഗ് കൊണ്ട് ഇങ്ങനെ വാൺ ചെയ്യാം. അതല്ല എങ്കിൽ അവർക്ക് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാം. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, ചിലപ്പോ വളരെ മേജർ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് എങ്കിൽ അത് ടെർമിനേഷനിലേക്ക് വരെ എത്തിക്കും എന്നാണ് നമ്മൾ കണ്ടത്. അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് ആണ്. ഒരു ചാർജ് ഷീറ്റ്, ഇത്തരം എംപ്ലോയീസ് ഏതെങ്കിലും തരത്തിൽ മിസ്കോണ്ടക്ട് ചെയ്താൽ അവർക്ക് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുക. ദാറ്റ് മീൻസ് എ ഷോർട്ട് പോസ്റ്റ് നോട്ടീസ് ആണ്, ഒരു നോട്ടീസാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊരു റൂൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്കണ്ടക്ടിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് ആണ് ഈ ഒരു ചാർജ് ഷീറ്റ്. അതോടൊപ്പം തന്നെ ചാർജ് ഷീറ്റിനകത്ത് എന്താണ് കാര്യം, കാരണം സഹിതമൊക്കെ അത് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവര് ഒരു അറിയിപ്പ് കൊടുക്കലാണ്, ഒരു വാർണിംഗ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വയലേറ്റർക്ക് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദർ മിസ്റ്റേക്സ് ആൻഡ് ഓൾസോ ദേ ക്യാൻ മേക്ക് കറക്ഷൻസ്. അവർക്ക് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഇനി അതുപോലെയുള്ള സിറ്റുവേഷൻസ്, അത്തരം മിസ്റ്റേക്സ് എന്താ പറയാ നമ്മൾ ചെയ്യാൻ ഒരു ഇത് വരുമ്പോ അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ, അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോ എനിക്ക് അന്ന് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് കിട്ടിയത്. സോ ടു മേക്ക് ദം അലർട്ട്, അത്തരം എംപ്ലോയീസിന് അലർട്ട്മെന്റ് കൂടിയാണ് ഈ ഒരു ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻ. അതായത് ഈ ചാർജ് ഷീറ്റ് കേട്ടി കഴിഞ്ഞാൽ ദ എംപ്ലോയി മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു പ്രൊവൈഡ് ദർ എക്സ്പ്ലനേഷൻ. അവർക്ക് അവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോ അത് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ആ ചാർജ് ഷീറ്റ് സ്വീകരിക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം, അതെ ഓക്കെ ഞാൻ ഇത് ഈ ഒരു മിസ്കണ്ടക്ട് ഞാൻ ചെയ്തതാണെന്ന് എഗ്രി ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യണം എനിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഓക്കെ, എല്ലാം എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ആള് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ആളുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുക, ആളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആക്സെപ്റ്റ് ദ ചാർജസ്. ചിലപ്പോൾ വേണമെങ്കിൽ ഇല്ല, ഞാൻ ഈ പ്രവൃത്തി ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഹാവ് ടു ഗോ ഫോർ അനദർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കാരണം ആള് പറയുന്നു ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അൺലെസ് ദേ ഫൈൻഡ് ദ റിയൽ ഫാക്ട്സ്, അതായത് ഏറ്റവും അവസാനം അതിന്റെ ശരിയായ വസ്തുതയിലേക്ക് എത്തിച്ചേരുന്നത് വരെ ആ ഒരു കാര്യം ചെയ്യണം. അതല്ല ലാസ്റ്റ് ആണ് ഫൈനൽ ഡിസിഷനിലേക്ക് പോകണ്ടേ, വെദർ ആള് കമ്മിറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതിലേക്ക്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റൻഷൻ ഓഫ് ടൈം വേണമെങ്കിൽ ഈ പറയുന്ന അഗ്രീവ്ഡ് പാർട്ടി മീൻസ് ആരാണോ അക്യൂസ്ഡ് ആയിപ്പെട്ട, കുറ്റവാളിയാക്കപ്പെട്ട ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസ് ആരാണോ അവർക്ക് വേണമെങ്കിൽ കുറച്ച് സാവകാശം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി കൂടി സമയം നീട്ടി തരണം. എന്റെ എന്താ പറയാ നിരപരാധിത്വം തെളിയിക്കാൻ ഒക്കെ ഒരു സമയം ചോദിക്കണം. ആ ഒരു സമയത്തിന് ലിമിറ്റേഷൻ അനുസരിച്ചിട്ട് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യണം. ഇത്ര 2 ദിവസം കൂടി എനിക്ക് സാവകാശം തരണം, ഞാൻ എന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ, അങ്ങനെ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം. കാരണം അത് കൊടുക്കാതെ പണിഷ്മെന്റ് കൊടുത്തു പിന്നെ നമുക്കത് പിൻവലിക്കാൻ പറ്റില്ല. ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളിൽ നിന്ന് വീണ്ടും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത്
അത് ഇപ്പോൾ വാക്കുകൊണ്ടാണെങ്കിലും അല്ലെ പറയാറില്ലേ അല്ലെ, വാക്ക് എന്ന് പറയുന്നത് വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് സംസാരിച്ചില്ല എങ്കിൽ പിന്നീട് അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. ആ ആൾക്ക് ആരെയാണോ നമ്മൾ ആ വാക്കുകൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ വേദനിപ്പിച്ചത് അത് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള മെന്റൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ പെയിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒത്തിരി ആൾക്ക് ബുദ്ധിമുട്ടുകൾ ആള് ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇഫ് ദേ ഫെയിൽസ് ടു സബ്മിറ്റ് ദ എക്സ്പ്ലനേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്തോളണം, അവർക്ക് അഗേൻസ്റ്റ് എംപ്ലോയിക്ക് എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും മാനേജ്മെന്റിന്. പിന്നെ ഒരു നോട്ടീസ് ഓഫ് എൻക്വയറി, അന്വേഷണത്തിന് വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുക്കണം കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക്. പിന്നെ അവരെ സസ്പെൻഡ് ചെയ്യാം വിത്തൗട്ട് പേ അല്ലെങ്കിൽ വിത്ത് പേ. അതായത് അവർക്ക് ഒരു എന്താ പറയാ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്ത് എന്താ പറയാ ഇവര് കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് വരെ വേണമെങ്കിൽ സാലറി കൊടുക്കാം, അല്ലെങ്കിൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് വേണമെങ്കിൽ നിർത്താം. ഡിസിഷൻ അപ് ടു ദ മാനേജ്മെന്റ് ആണ്. പിന്നെ ഡൊമസ്റ്റിക് എൻക്വയറി, ഒരു എന്താ പറയാ ഒരു അന്വേഷണം. എല്ലാവരും എന്താ പറയാ സാധാരണഗതിയിൽ ഇത്തരം മിസ്കണ്ടക്ട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്തരം തരത്തിലുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ അതും അവര് നടത്തിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. എവിടെ വരെ എടുത്തതെന്ന് പറഞ്ഞേ? നോട്ടീസ് ഓഫ് യെസ്, 4ാമത്തെ പോയിന്റ്. അപ്പൊ നോട്ടീസ് ഓഫ് എൻക്വയറി തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത്. സോ ലെറ്റ് സി എന്താണ് ഇനി അടുത്ത പ്രൊസീജിയർ. നമ്മളുടെ ഈ പറയുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ അടുത്ത സ്റ്റെപ്പാണ് നോട്ടീസ് ഓഫ് എൻക്വയറി. ആഫ്റ്റർ റിസീവിംഗ് ദ ചാർജ് ഷീറ്റ് ബൈ ദ എംപ്ലോയി, എംപ്ലോയിക്കാണ് ഈ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ റിസീവിംഗ് ഇറ്റ് എംപ്ലോയിക്ക് എന്താ പറയാ ഒരു കാര്യം കൂടി അറിയിച്ചിരിക്കണം. ദ ഡേറ്റ്, പ്ലേസ് ഓഫ് ആൻഡ് ഓൾസോ ദ ടൈം ഓഫ് എൻക്വയറി. നിങ്ങളെ ഇങ്ങനെ അന്വേഷണത്തിന് വേണ്ടി വരും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഒരു മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് വരും. അതിന്റെ എപ്പോഴാണ് അത് ചെയ്യുക എന്നുള്ളതും അതിന്റെ ഡേറ്റും ടൈമും പ്ലേസും ഒക്കെ കൃത്യമായിട്ട് ആളെ ഇൻഫോം ചെയ്തിരിക്കണം എംപ്ലോയിക്ക്. മനസ്സിലായോ? ഇന്ന ദിവസം നിങ്ങളെ അന്വേഷണത്തിലോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടോന്ന് അത് കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കണം. എന്നാലാണ് അവർക്ക് അത് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോ ദ നെയിം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷുഡ് ബി മെയ്ഡ് ക്ലിയർ. ഇനി ആരാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ആരാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത്, ആളുടെ പേര് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എംപ്ലോയിക്ക് അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. സോ ദാറ്റ് ദേ ക്യാൻ ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ്. അതിനനുസൃതമായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനും സാധിക്കട്ടെ. മസ്റ്റ് ആയിട്ട് വേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ നെയിം മെൻഷൻ ചെയ്തിരിക്കണം ഇൻ അഡ്വാൻസ് ടു ദ എംപ്ലോയി. എംപ്ലോയിക്ക് അഡ്വാൻസ് ആയിട്ട് പേര് സൂചിപ്പിച്ചിരിക്കണം. കൂടാതെ ഡേറ്റ്, പ്ലേസ്, ടൈം ഇതും ആളെ അറിയിച്ചിരിക്കണം. എൻക്വയറി ആ ഒരു റീസണബിൾ ടൈമില്, എത്ര സമയത്തേക്കുള്ള എൻക്വയറി ആണോ ആ ഒരു റീസണബിൾ ടൈമില് എന്ത് ചെയ്യണം, അത് കണ്ടക്ട് ചെയ്യാനായിട്ട് എൻക്വയറിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിന് ആള് തയ്യാറായിക്കണം. എൻക്വയറി ഷുഡ് ബി നോർമലി ഹെൽഡ് വിത്തിൻ ദ റീസണബിൾ ടൈം ഓഫ് റിസീവിംഗ് ദ എക്സ്പ്ലനേഷൻ. ആ എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം, വേഗം അതിന് വേണ്ടിയിട്ട് ഏതാണ് സമയത്തിന് അധികം ദൂരം അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. എക്സ്പ്ലനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തോളണം. തൊട്ടടുത്ത സമയങ്ങളിൽ അത് അറേഞ്ച് ചെയ്തോളണം. ആ അറേഞ്ച്മെന്റ് നമ്മുടെ എംപ്ലോയിയെ അറിയിക്കുകയും വേണം. ക്ലിയർ ആയോ? 4th പോയിന്റ് നോട്ടീസ് ഓഫ് എൻക്വയറി. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം പറയുക, അല്ലെങ്കിൽ നമുക്ക് സമയം പോകും. ഓക്കെ, സോ ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ ഈ ഒരു പോയിന്റിൽ. ദ എംപ്ലോയി റിസീവിംഗ് ദ ചാർജ് ഷീറ്റ് should be informed in advance about the time, date and place of enquiry. A sentence ഒന്ന് underline ചെയ്യണം. Okay. Next one, suspension with or without pay. See, it is up to the part of the management. The type of punishment or whatever it may be to be given to the employee for their indisciplined act. ഏതെങ്കിലും തരത്തില് എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്തു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്തു എങ്കിൽ
അവരെ എന്ത് ചെയ്യണം, അവർക്കെതിരെ എന്ത് ആക്ഷൻസ് എടുക്കണം, സസ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ്. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഭാഗത്താണ് അത്തരം കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അത് ഏത് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ആണ്, മിസ്കോണ്ടാക്ട് ഏത് രീതിയിലുള്ളതാണെന്നൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ആ സമയത്ത് എംപ്ലോയി ക്യാൻ ബി പെയ്ഡ് ഓർ നോട്ട്, അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു, ഇതിപ്പോ ഇതിപ്പോ ദിവസം ഏതാണ് 27th of August ആണ്. അപ്പൊ ഈ ഓഗസ്റ്റ് 27ാം തീയതി എന്നിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു മിസ്കോണ്ടക്ട് കണ്ടതായിട്ട് ആരെങ്കിലും വഴി ഇൻഫോർമേഷൻ മാനേജ്മെന്റിന് കിട്ടിയെന്ന് വിചാരിക്കാം. സോ ഫ്രം ദ ഡേറ്റ്, അപ്പൊ ഞാൻ ആ ഒരു മിസ്കോണ്ടക്ട് ചെയ്ത ദിവസം മുതൽ, ഇപ്പൊ കുറച്ച് സീരിയസ് ആയിട്ടില്ല, വളരെ ചെറുതൊന്നും അല്ല, ഇപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം വൈകി വന്നു, അതൊക്കെ ഒന്നും വലിയ കുറ്റമൊന്നുമല്ല. ചിലപ്പോ മനുഷ്യന്മാരാണ്, ഒരു ദിവസമൊക്കെ ചിലപ്പോ അല്ലെ, ഒരു വർഷത്തിൽ 365 ദിവസം ജോലി ചെയ്തിട്ട് 365 ദിവസം ജോലി ചെയ്യുന്നില്ല, ഇപ്പൊ പറഞ്ഞു മാത്രം. ഇത്രയും ദിവസം കൃത്യമായി വന്നുകൊണ്ടിരുന്ന ഒരാള് ഒറ്റ ദിവസം മാത്രം ഇച്ചിരി നേരം വൈകി വന്നുവെങ്കിൽ അത് എന്ന് പറയുന്നത് വലിയ കുറ്റമൊന്നുമല്ല. അതല്ലാതെ കുറച്ച് സിവിയർ ആയിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയി എന്ന് ഞാൻ ചെയ്തു എന്ന് വിചാരിക്കാം. ആൻഡ് ആ സമയത്ത് തുടങ്ങി ഞാൻ എന്താ പറയാ, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അത് ചെയ്തോ എന്നുള്ളത് അവര് അന്വേഷിക്കും, ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം. അതിന്റെ അവർ ഇൻഡിസിപ്ലിൻ ആക്ട് ശരിയാണോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കും. അപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഐ വിൽ ബി പ്രൊവൈഡഡ് ചാർജ് ഷീറ്റ്, എനിക്ക് ചാർജ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മുതല് ആ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയം തുടങ്ങി ഞാൻ ശരിയായ രീതിയിൽ അത് കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. അപ്പൊ ഞാനത് അവിടെ പ്രൂഫ് ഇല്ല, ഞാനത് തെറ്റ് ചെയ്തു എന്നുള്ളത്. അത് മുതല് വേണമെങ്കിൽ മാനേജ്മെന്റിന് തീരുമാനിക്കാൻ ഐ ഷുഡ് ബി പെയ്ഡ് സാലറി ഓർ നോട്ട്, എനിക്ക് സാലറി തന്നോ വേണ്ടെന്ന് മാനേജ്മെന്റിന് തീരുമാനിക്കാം. അതിന് അവർക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കും, പ്രൊവൈഡ് ചെയ്യും. അതല്ല, ആ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്തത് മുതൽ അവർക്ക് സാലറി അവിടെ പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിലെ ആ ഒരു ഡ്യൂറേഷനിലെ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കും to complete that investigation കംപ്ലീറ്റ് ചെയ്ത് എംപ്ലോയി കുറ്റക്കാരനാണോ അല്ലേ എന്നൊക്കെ തെളിയിക്കാൻ സമയമെടുക്കും. അപ്പൊ അത് ദിവസം വരെയുള്ള സാലറി വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഇറ്റ്സ് ഓൾ അപ്പോൺ ദ ഡിപ്പെൻഡ് അപ്പോൺ ദ മാനേജ്മെന്റിലെ ആശ്രയിച്ചിരിക്കും. മാത്രമല്ല ടൈപ്പ് ഓഫ് മിസ്കണ്ടക്ട് മെയ്ഡ് ബൈ ദ എംപ്ലോയി ഏത് രീതിയിലുള്ള തെറ്റ് ചെയ്തു എന്നുള്ളതിനെയും അടിസ്ഥാനമാക്കിയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്, സസ്പെൻഷൻ വിത്ത് ഓർ വിത്തൗട്ട് പേ. ഇനി when or if the enquiry is not completed within the given time, ആ ഒരു given time പീരീഡില് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയിക്ക് എന്ത് ചെയ്യണം, സാലറി ഷുഡ് ബി പെയ്ഡ്. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തിന് അത്രയും സമയത്തേക്ക് തീർച്ചയായിട്ടും എംപ്ലോയിക്ക് സാലറി കൊടുത്തിരിക്കും. അങ്ങനെ ഒരു നിയമമുണ്ട്. എന്ന് വെച്ചാൽ 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് തരാമെന്ന് പറയുന്നു. പക്ഷെ 5 ദിവസമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഹാസ് നോട്ട് കം ടു എ കൺക്ലൂഷൻ, ആൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, എന്റെ തെറ്റുകാരനാണോ തെറ്റുകാരിയല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കും. അപ്പൊ ആ ദിവസത്തെ സാലറി എന്തായാലും ആൾക്ക് കൊടുത്തേരണം. കാരണം എന്താ, അത് ആളുടെ പോരായ്മ കൊണ്ടാണ്, ഡ്രോബാക്ക് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ എന്താ പറയാ എഫിഷ്യൻസി കുറവാണ്, ആ ഒരു ടൈം പീരീഡിൽ ആൾക്കത് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. സോ അതിന് നമുക്ക് എംപ്ലോയി എന്ത് ചെയ്യേണ്ട, സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എംപ്ലോയിക്ക് പൈസ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ ആ പോയിന്റ്? ഒന്ന് വായിച്ചു നോക്കാമോ? പോയിന്റ് ക്ലിയർ ആയെങ്കിൽ അടുത്തതിലേക്ക് പോകും. ഒന്ന് വേഗം എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ, എല്ലാവരും വായിച്ചു നോക്കണേ. ഇപ്പൊ തന്നെ അവർ വായിച്ചു നോക്കാം, വായിച്ചു പോയാൽ ഓർമ്മയിലിരിക്കും. പിന്നെ സെന്റൻസ് വൈസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ സെന്റൻസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ണോടിച്ച് വായിച്ച് പഠിക്കണം. കാര്യം മനസ്സിലാകും, പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ടേ ചൂസ് ചെയ്യുന്ന ആൻസർ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെന്റൻസ് മനസ്സിലാവും അവർക്കൊക്കെ. അതില് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് ആണ്. ഇഫ് ദ എൻക്വയറി ഇസ് നോട്ട് ഫിനിഷ്ഡ് വിത്തിൻ ദ ഗിവൺ സ്റ്റിപ്പുലേറ്റഡ് ഡ്യൂറേഷൻ, in that case the salary should be paid to the employee for the time extended. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തേക്കുള്ള സാലറി എംപ്ലോയിക്ക് കൊടുത്തിരിക്കണം. ആ ഒരു കൃത്യം സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചില്ല എങ്കിൽ. ക്ലിയർ? അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ കണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി ആണ്. എന്താ ഡൊമസ്റ്റിക് എൻക്വയറി? അതായത് എന്താ പറയാ, ഭയങ്കര പബ്ലിക് അല്ലാതെ വളരെ
പേഴ്സണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻക്വയറിയും can be done by the management to check whether the employee is a guilty person or had made any misconduct or not. അതായത് ഈ പറയുന്ന ആള് കുറ്റക്കാരനാണോ അല്ലയോ, ആളുടെ നിരപരാധിത്വം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാനുള്ള ഒരു ഡൊമസ്റ്റിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് വളരെ എന്താ പറയാ ആരും അറിയാതെ സീക്രട്ട് ആയിട്ടൊക്കെ മാനേജ്മെന്റിന് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ആള് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മാനേജ്മെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വളരെ പേഴ്സണലി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. മറ്റു ആളുകളെയൊക്കെ കൂട്ടി ഇപ്പൊ ഞാനൊരു കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മിസ്കോണ്ടക്ട് ചെയ്തു എന്ന് അറിയിപ്പ് കിട്ടി കഴിയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ആളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഞാൻ തെറ്റുകാരിയാണോ അല്ലയോ എന്ന് അതിന്റെ റിയൽ ഫാക്ട് എത്തുന്നത് വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കണ്ടേ. അതിനോടൊപ്പം തന്നെ മാനേജ്മെന്റിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഒക്കെ നമ്മളെ കുറിച്ച് അത്തരം ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി എൻക്വയറി അവർക്കും നടത്താം. ഡൊമസ്റ്റിക് ആയിട്ടാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? ടു അവോയ്ഡ് സം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് മാനേജ്മെന്റ്. ഈ എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, തെറ്റിദ്ധാരണകളൊക്കെ, ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് വരുന്ന മിസ്കോണ്ടക്ട് ആകാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ പ്രവൃത്തി ആ ഒരു എംപ്ലോയി ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഡൺ ബൈ ദ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താണെന്ന് അറിയാമോ, ഇപ്പൊ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിക്കുമ്പോ വേണമെങ്കിൽ എംപ്ലോയി അതിന്റെ സത്യാവസ്ഥ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ നമ്മള് പണ്ട് കുഞ്ഞു ക്ലാസ്സില് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയില്ലേ, ചെറിയ ചെറിയ എന്തെങ്കിലും കുട്ടികളുടെ കയ്യിൽ നിന്ന് ബാഗിൽ നിന്നൊക്കെ മിസ്സായി കഴിയുമ്പോൾ ടീച്ചേഴ്സ് വന്നിട്ട് കോമൺ ആയിട്ട് ക്ലാസ്സിൽ പറയും, എന്ത് പറയും, ആരെങ്കിലും അത് എടുത്തുണ്ടോ, നിങ്ങളുടെ ബാഗൊക്കെ പരിശോധിക്കാൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ ഒരു സെന്റൻസ് കൂടി പറയും, ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് കാണാല്ലേ, വന്നിട്ട് ടീച്ചറോട് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് റൂമിൽ വന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ എന്താ, അപ്പൊ ചിലപ്പോ അങ്ങനെ പറയുമ്പോ ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരുടെയും മുമ്പില് ചിലപ്പോ അത് പറയാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവില്ല കുട്ടികൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. Likewise, അതുപോലെ തന്നെ ഇപ്പൊ ഓർഗനൈസേഷനിൽ ഇഫ് എനി എംപ്ലോയി മേക്സ് സം മിസ്റ്റേക്സ് ആൻഡ് ഇഫ് ദേ ഹാവ് ബീൻ ഗിവൺ എ ചാൻസ് ടു കോൺഫിഡൻഷ്യലി റിവീൽ ദ സീക്രട്ട്, അങ്ങനെ ഒരു സീക്രട്ട് ഉണ്ട്, അത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് എങ്കിൽ അവർ ചിലപ്പോൾ അതിനെ കുറിച്ച് കൃത്യമായ റീസൺസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് അത് ചെയ്യാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു മാർഗമാണ് ഈ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഒരു എന്താ പറയാ ആളിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാതെ നമുക്ക് അവരെ പണിഷ് ചെയ്യാൻ പാടില്ല, പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് ജഡ്ജ്മെന്റ്. അതൊരു ശരിയായ ജഡ്ജ്മെന്റ് രീതിയല്ല. അവരെ കേൾക്കാതെ അവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാതെ അവരോട് ഒരു എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെയൊക്കെ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിൻവലിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് മാത്രം ആപ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കണം എന്ന് മാനേജ്മെന്റ് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ദ എംപ്ലോയി ഹാസ് ടു ബി ഗിവൺ എ ചാൻസ് ടു എക്സ്പ്ലെയിൻ ഹിസ് വ്യൂ പോയിന്റ്. തന്റെ വ്യൂ പോയിന്റ് വെളിപ്പെടുത്താനുള്ള ഒരു ചാൻസ് ആ വയലേറ്റർക്ക്, ആരാണോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തത്, അവർക്ക് ചാൻസ് കൊടുത്തിരിക്കണം മാനേജ്മെന്റ്. ഇറ്റ്സ് വെരി നെസസറി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? കോണ്ടക്ട് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലായോ? ആകെ കുറച്ച് പേരുള്ളൂ, നിങ്ങളൊന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിനോടൊപ്പം നിങ്ങളൊന്ന് സെന്റൻസ് വായിച്ചു നോക്കണേ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതൊക്കെ ഇമ്പോർട്ടന്റ് സെന്റൻസുകൾ, അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്താ പറയാ അണ്ടർലൈൻ ചെയ്യാൻ പറയണേ. അപ്പൊ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കി വെച്ചോ. ആൻഡ് അടുത്തതില് നെക്സ്റ്റ് ആ കുഞ്ഞു പാരഗ്രാഫില് പണിഷിങ് എനി പേഴ്സൺ എന്ന് തുടങ്ങി ലാസ്റ്റ് വരെ, കാരണം അവിടെ രണ്ട് സെന്റൻസുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പണിഷിങ് എന്ന് തുടങ്ങി വ്യൂ പോയിന്റ് വരെ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ടൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ആയിക്കോട്ടെ, അടുത്തത്
സരിജ, ഗ്രീഷ്മ, ഗീതു, ശ്രീ ഗണേഷ്, നേഹ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? നേഹ ക്ലിയർ അല്ലേ? ഓരോരുത്തർ പേര് വിളിച്ച് പറയാൻ പറ്റിയ ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ എന്ന് പേര് വായിച്ചു എന്നാണ് കേട്ടാ. അല്ലെങ്കിൽ നമ്മൾ കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇങ്ങനെ പേരൊന്നും വായിക്കാൻ പറ്റില്ല, സമയം പോകും. Yes, and the next point is recording of findings by inquiry officer. See, while before taking disciplinary action against the employee who has committed some mistakes, the management have to take disciplinary action according to the findings made by the investigating officer. തീർച്ചയായിട്ടും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത് എപ്പോഴാണ്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അയാള് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പല കാര്യങ്ങളും കണ്ടെത്തും. ആ കണ്ടെത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിന് ആ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ എടുക്കാൻ പാടില്ല. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തൊക്കെയാണോ ആ പറയുന്ന ആളുടെ പേരിൽ അല്ലെങ്കിൽ അത്തരം എംപ്ലോയീസിന്റെ പേരിൽ എന്ത് കാര്യങ്ങളൊക്കെ കണ്ടെത്തി എന്നുള്ളത് ആദ്യം തന്നെ കൊണ്ടുവന്ന് അതിന്റെ കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിഷൻ നോക്കിയിട്ടാണ്, അത് അനലൈസ് ചെയ്ത് നോക്കിയിട്ടാണ് they have to find whether the employee is a guilty person, അല്ലെ, ആള് കുറ്റക്കാരനാണ് എന്നുള്ളത് തെളിയിക്കുന്നത് ഈ പറയുന്ന ഫൈൻഡിങ്സ് ഇതാണ്. ഇനി എങ്ങനെയാണ് ഈ ഫൈൻഡിങ്സ് ആൾ കണ്ടെത്തുന്നത്? എങ്ങനെ കിട്ടും ഇയാൾക്ക് ഈ ഇൻവെസ്റ്റിഗേഷനോട് കൂടി? എങ്ങനെ ഇയാളുടെ കണ്ടെത്തലുകൾ എങ്ങനെ അയാൾ നടത്തുന്നത്? ഒന്ന്, ഫ്രം ദ ഒപ്പീനിയൻ ഓഫ് ദ കോവർക്കേഴ്സ്. ഇപ്പൊ ആളുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ കൂടെ ജോലി ചെയ്യുന്നവര്, ഇപ്പൊ എന്നെ കുറിച്ചുള്ള നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തുവെങ്കിൽ ഞാൻ ചെയ്തു എന്ന് അറിയാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക, അല്ലെ, ടീച്ചർ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടല്ലോ, അത് ശരിയായിരിക്കോ, നിങ്ങളുടെ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായം ചോദിക്കാം. ഒബ്വിയസ്ലി അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ എവിഡൻസുകളാകാം, എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ എവിടെ നിന്നൊക്കെ ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാകാം. പിന്നെ ആൾക്കെതിരെ എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ചാർജസ് ഒക്കെ വന്നിട്ടുണ്ടോ അത് വെച്ചിട്ട് നോക്കാം. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ വേറെ ഏതെങ്കിലും കാര്യത്തിന് ഇതുപോലുള്ള മിസ്കണ്ടക്ട് എന്തെങ്കിലും ചാർജസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാകാം. പിന്നെ എക്സ്പ്ലനേഷൻ ഫ്രം ദ കൾപ്രിറ്റ്. കൾപ്രിറ്റ് മീൻസ് ദ കുറ്റവാളി, ആ കുറ്റവാളി തന്നെ കൊടുക്കുന്ന എക്സ്പ്ലനേഷനിൽ നിന്ന്. പിന്നെയോ ഫൈനലി ദ കേപ്പബിലിറ്റി ടു ഡിസൈഡ് ദ ട്രൂ ഫാക്ട്സ് ആൻഡ് ഫോൾസ് ഫാക്ട്സ്. എന്റെ കഴിവ് ഉപയോഗിച്ചു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കഴിവ് ഉപയോഗിച്ച്, ആളുടെ കഴിവും കൂടി. ഇപ്പൊ പോലീസുകാരും അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് അന്വേഷണ വിഭാഗം ആളുകള് പല രീതിയിലുള്ള കുറ്റങ്ങളെയൊക്കെ തെളിയിക്കുന്നത് എങ്ങനെയാ? തെളിവുകളുടെ അടിസ്ഥാനത്തിലുണ്ട്. അവരെ തന്നെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും, അല്ലെ, അവിടുത്തെ പരിസരത്തുള്ള ആളുകളോട് ചോദിക്കും. റൈറ്റ്, ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇതൊക്കെ പല മീഡിയാസിലും ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അനുഭവം ഇല്ലെങ്കിലും പല സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. അതായത് എവിടെ ആളാണ് കുറ്റക്കാരൻ, ആ കുറ്റക്കാരനുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കും അഭിപ്രായങ്ങള്. ആളെങ്ങനെയാണ്, ആള് പണ്ടോടങ്ങി ഇങ്ങനെയാണോ, ഒരു എന്താ പറയാ ഫ്രോഡുലന്റ് പ്രവർത്തികളാണോ എപ്പോഴും ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് കൂട്ടുകാരിൽ നിന്നോ അയൽവക്കങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരിൽ നിന്നോ കളക്ട് ചെയ്യുന്നു. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം? പല എവിഡൻസുകൾ, അതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ട്. ഇപ്പോ നമുക്കറിയാം CCTV പല സ്ഥലങ്ങളിൽ സ്ഥാപിതമായതുകൊണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെ. അത് കൂടാതെ എന്റെ സ്വന്തം കഴിവ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒരു കഴിവുണ്ട്. അവര് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒത്തുനോക്കി ചിലപ്പോ കുറ്റവാളി ചിലപ്പോ തന്റെ കുറ്റമല്ലാന്ന് തെളിയിക്കാൻ ഒരുപാട് തെറ്റുകളും അതിനകത്ത് എന്താ പറയാ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടോ പറയണ്ടോ, അപ്പൊ എല്ലാം കൂടി ഒന്ന് എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് സത്യാവസ്ഥകൾ എന്താണെന്ന് ഉരുത്തിരിഞ്ഞ് എടുക്കാനുള്ള കഴിവ് ആൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? എൻക്വയറി ഓഫീസർ ആളുടെ ഫൈൻഡിങ്സ് എടുക്കുന്നത്. ഇതെല്ലാം ക്ലിയർലി എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് അതൊക്കെ ഫൈൻഡിങ്സ് ഒക്കെ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യണം. അത് എഴുതി തയ്യാറാക്കേണ്ടതാണെങ്കിൽ എഴുതി തയ്യാറാക്കണം. ഫോട്ടോസോ ഇമേജസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കണം. മനസ്സിലായോ? അതല്ല എങ്കിൽ വെറുതെ വാഗോണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ഞാൻ കണ്ടെത്തിയത് എന്റെ കയ്യിലുണ്ട്, അതിന് തെളിവില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കൂല. ഇന്നത്തെ കാലത്ത് എന്താ പറയാ വിറ്റ്നസ് ആൻഡ് എവിഡൻസ് മസ്റ്റ് ആണ്, അല്ലെ. എന്ത് കുറ്റത്തിനും ആ കുറ്റത്തിന് ആരെങ്കിലും ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തെളിവുകൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ കുറ്റക്കാരനായി വിധിക്കുന്നുള്ളൂ. അതല്ലാതെ പാടില്ല. കാരണം ഇത് തന്നെയാ. കാരണം ആള് തെറ്റുകാരനല്ലെങ്കിലോ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കുക നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ്. സോ എൻക്വയറി ഓഫീസർ ഷുഡ് ക്ലിയർലി മെൻഷൻ
the proved and unproved charges. ആൾക്കെതിരെയുള്ള തെളിയിക്കപ്പെട്ട കേസുകളോ തെളിയിക്കാനുള്ള കേസുകളോ ഒക്കെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യണം അയാളുടെ കണ്ടെത്തലുകളിൽ. അതാണ് റെക്കോർഡിംഗ്സ് ഓഫ് ഫൈൻഡിങ്സ് ബൈ എൻക്വയറി ഓഫീസർ. ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ. സോ അതിലെയും ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻ ഡിസിപ്ലിൻ വരും. ഇനി അതിന്റെ കൂടെ തന്നെ അടുത്ത സെന്റൻസിൽ ദീസ് വേണമെന്നില്ല. ഫൈൻഡിങ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഒപ്പീനിയൻ ഗിവൺ ബൈ അതർ കോവർക്കേഴ്സ്, ദ എവിഡൻസ് കളക്ടഡ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്, charges made, the explanation given by the culprit, and finally his own ability, opinion and capability to decide the true and false facts. സത്യമായ കാര്യം എന്താണ് തെറ്റായ കാര്യം എന്താണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും സ്വന്തം അഭിപ്രായവും ഇതൊക്കെ ഇയാളുടെ ഫൈൻഡിങ്സ് ആണ്. ക്ലിയർ ആയല്ലോ? സെന്റൻസിന്റെ അർത്ഥമൊക്കെ മനസ്സിലായില്ലേ? അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന സെന്റൻസിന്റെ അർത്ഥം ഞാൻ എക്സ്ട്രാ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി ഡിസിപ്ലിനറി പ്രൊസീജിയറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ്. പണിഷ്മെന്റ് അങ്ങനെ അവാർഡായിട്ട് കൊടുക്കുക. എന്ത് ശിക്ഷയാണോ നമ്മളുടെ എംപ്ലോയീസിന്റെ എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഒക്കെ നോക്കി ഓക്കെ ആ കണ്ടെത്തലുകളിൽ നിന്ന് മാനേജ്മെന്റ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ആ കണ്ടെത്തലുകളിൽ നിന്ന് ഇതിന്റെയൊക്കെ ബേസിസിൽ ആളുടെ എന്താ പറയാ ശിക്ഷ നടപ്പിലാക്കും. പക്ഷേ ആ നടപ്പിലാക്കുന്നതിന് മുൻപ് വീണ്ടും the previous history of the employee should be also considered. ആളുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൂടി എടുക്കും. സ്വാഭാവികമായിട്ട് എപ്പോഴും ഒരു ഇതുപോലെയുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളാണോ, എപ്പോഴെപ്പോഴും തെറ്റുകാരനാണോ? മീൻസ് ചില ആൾക്കാർക്ക് അതൊരു ഹോബിയാണ് അല്ലെ, ഒരു എന്താ പറയാ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന പോലെയാണ്. ചില തെറ്റുകൾ ചെയ്തേ കൊണ്ടേ ഇരിക്കും. എത്ര വാർണിംഗ്സ് കിട്ടിയാലും എത്ര ചാർജ് ഷീറ്റ് കിട്ടിയാലും അതൊന്നും ഇവിടെ പ്രശ്നമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്തോണ്ടിരിക്കും. അവർക്ക് പേടിയില്ല. ഇതിന്റെ കാര്യം ഓക്കെ. മാനേജ്മെന്റോ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന പണിഷ്മെന്റോ അതിന്റെ കോൺസിക്വൻസസ് ഒന്നും അവർ ബോധർ ചെയ്യുന്നില്ല. സം പീപ്പിൾ ആർ ദർ. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ളവരുണ്ടോ? അതാണോ ഈ എംപ്ലോയി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള തെറ്റുകൾ പല രീതിയിലുള്ള കുറ്റക്കാരന്റെ ലിസ്റ്റിലൊക്കെ പുള്ളിയുടെ പേരുണ്ടോ? ഇങ്ങനെയുള്ള പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ദ എംപ്ലോയി ഷുഡ് ബി കൺസിഡേർഡ്. അപ്പൊ എൻക്വയറീസിന് പുറമെ ഈ കാര്യം കൂടി ഇവർ കൺസിഡർ ചെയ്യുന്നു. എങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോന്ന് അവരുടെ നേരത്തെ ഉള്ള റെക്കോർഡ്സിലൊക്കെ നോക്കും. ഈ എംപ്ലോയി നേരത്തെ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് പുള്ളിയുടെ പേർക്ക് ഇങ്ങനെ റെഡ് മാർക്ക് അവിടെ ഇട്ട് ഓക്കെ. അതൊക്കെ മാനേജ്മെന്റ് നോക്കും. എന്നിട്ടാണ് മാനേജ്മെന്റ് ഡിസൈഡ്സ് ദ ഡിഗ്രി ഓഫ് പണിഷ്മെന്റ് ടു ബി പ്രൊവൈഡഡ് ടു ദാറ്റ് എംപ്ലോയി. ആ എംപ്ലോയിക്ക് ഏത് രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കണമെന്ന് എന്നിട്ടാ തീരുമാനിക്കാം. സോ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് മിസ്കണ്ടക്ട് തന്നെയാണ്. എത്രത്തോളം തീവ്രതയുള്ള മിസ്കണ്ടക്ട് ആണ് എംപ്ലോയി ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പണിഷ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ദിവസം നേരം വൈകി വന്നതിന് കൊടുക്കുന്ന പണിഷ്മെന്റ് അല്ല അവിടുത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ അട്ടിമറി നടക്കുന്നവന് കൊടുക്കുന്നത് ആയിരിക്കും. രണ്ടൊന്നും ഒരുപോലത്തെ പണിഷ്മെന്റ് ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും പറയും ആണോ? ഒരു ദിവസം നേരം വൈകി വരുന്നു ഒരു എംപ്ലോയി, ആൾക്ക് കൊടുക്കുന്ന ശിക്ഷയും ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിൽ അക്കൗണ്ട്സിലൊക്കെ എന്തെങ്കിലും വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തി അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി റെക്കോർഡ്സിലൊക്കെ തിരുത്തലുകൾ വരുത്തുന്ന ഒരു എംപ്ലോയി ആ ആൾക്കും കൊടുക്കുന്ന ശിക്ഷാവിധി ഒരുപോലെ ആയിരിക്കോ എന്നാണ് എന്റെ ചോദ്യം. ആണോ? പോയി എല്ലാവരും നോ. യെസ്, അത് തന്നെ. അങ്ങനെയല്ല. അത് ഡിഗ്രി ഓഫ് പണിഷ്മെന്റ് കൊടുക്കുന്നത് ആളുടെ ഡിഗ്രി ഓഫ് മിസ്കണ്ടക്ട് നോക്കിയിട്ട് തന്നെയാണ്. ആളുടെ പ്രവർത്തിയുടെ തീവ്രത, എന്ത് മിസ്കണ്ടക്ട് ആണ് എംപ്ലോയ് ചെയ്തത് അതിന്റെ സീരിയസ്നെസ് നോക്കി തന്നെയാണ് പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ പോയിന്റ്? അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് ക്ലിയർ? ഓക്കെ. ദെൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക. അതിനകത്ത് രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാണ് കേട്ടോ. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. യെസ്. അടുത്ത പറയാണേ. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് ആണ്. ഇത്രയും പോയിന്റുകളും കുഴപ്പമില്ലല്ലോ. ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയും നേരം കൊണ്ട് പഠിച്ചത് ഏതൊക്കെ പോയിന്റാ? നോട്ടീസ് ഓഫ് എൻക്വയറി അല്ലെ, ആള് തെറ്റുകാരനാണോ അല്ലെ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം. അതിന് വേണ്ടിയിട്ട് ആളെ അറിയിക്കണം. ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് നിന്നെ കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി വരും. ഇന്ന ഓഫീസുകാരാണ് നിന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ മുൻകൂട്ടി അറിയിക്കുക.